ഹലോ, ഗുഡ് മോർണിംഗ്. ചെന്നൈയിൽ നിന്ന് വന്ന സെക്കൻഡ് ഡേ ആണെന്ന്. ഇവിടെ കുറേ വില്ലാസാണ്. വില്ല പ്രോജക്റ്റ്, വില്ല വിവിയാന എന്ന് പറയും. ഇവിടെ ഇങ്ങനെ ലേഡീസൊക്കെ വന്ന് ക്ലീൻ ചെയ്യും. ഇതൊക്കെ അവിടെ അവർ ചെയ്യിപ്പിക്കുന്നതാണ്. ജോയ്പ്പനെ ഇപ്പോൾ ക്ലീനിങ് ചെയ്യാൻ വന്നുകൊണ്ട് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ കുറേ വീടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും പുതിയ പുതിയ വീഡിയോകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവിടെ സുശീലക്ക ഞങ്ങളുടെ ഇവിടുത്തെ ആളാണ്. സുശീലക്ക അടിച്ച് ക്ലീൻ ചെയ്യുന്ന ആളാണ്. കുറേ വർഷമായി നമ്മുടെ കൂടെയാണ്. അപ്പോൾ ഓണമായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളുടെ പൂജാമുറി ക്ലീൻ ചെയ്യാന്നുണ്ട്. അപ്പോൾ അത് കൃഷ്ണൻ കണ്ടോ, കൃഷ്ണനുണ്ട്, ഗണപതി ഉണ്ട്, അതുപോലെ കുറേ വിളക്കുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം പൂജാമുറി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഓണമാണ്. അപ്പോൾ അത് സഹായിക്കാൻ ഒരു കുട്ടി വന്നിട്ടുണ്ട്, ദേവിക എന്ന പേര്. അപ്പോൾ ആ കുട്ടിയെ വിളിച്ചിട്ട് എല്ലാം ഇപ്പോൾ തലേദിവസം വൈകിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇത് കണ്ടോ, അത് മോളുടെ ഒരു ലെഗോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ലെഗോ ഇങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, വാങ്ങിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതൊക്കെ ചെയ്യുന്ന ലെഗോ എന്ന് പറയും. എല്ലാവർക്കും അറിയായിരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ ഇന്ന് ഞാൻ വില്ല വിവിയൻ രാവിലെ ഇറങ്ങുകയാണ്. ചെന്നൈയിലാണ്, അറിയാലോ. ഓണത്തോടനുബന്ധിച്ച് ചെന്നൈയിൽ വന്നിരിക്കുകയാണ്. ജോയ്പ്പ് ഭയങ്കര ബഹളമാണ്. അവന് ഞങ്ങൾ ഷോപ്പിംഗ് കേട്ടാൽ തന്നെ ഭയങ്കര ഒറ്റയാണ്. ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോവുകയാണ്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. പോകുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ടായിരുന്നു. ബാലാജി ഭവൻ, ഇങ്ങനെ ഒരുപാട്. സ്ട്രെയിറ്റ് റോഡ് ടു വിശാഖപട്ടണം, അതുപോലെ തിരുപ്പതി. ഇവിടെ നിന്ന് തിരുപ്പതി 154 കിലോമീറ്റർ. നമ്മളൊരു ചെറിയ പോക്കറ്റ് റോഡിലേക്ക് ടേണിങ് എടുത്തു. ചെന്നൈയിൽ റോഡിൽ കൂടെ പോവുകയാണ്. ചെങ്കൽപ്പെട്ടുന്ന് ചെന്നൈയാണ്. അപ്പോൾ ഇവിടേക്ക് ഏകദേശം 1-1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് ചെങ്കൽപ്പെട്ട്. ഞാനും ഷേട്ടുണ്ടോ ആനന്ദ് അടയാർ, ആനന്ദ് ഭവൻ. എപ്പോഴും ഞാൻ തെറ്റിച്ചാ പറയുന്നത്. പക്ഷേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹൈ ക്ലാസ് ഇന്ത്യൻ വെജ് റെസ്റ്റോറൻറ്റ്. താങ്ക് യു. എല്ലാവരും നല്ല ചിരിച്ച സ്റ്റാഫ്സാണ് കേട്ടോ. ഇവിടെയൊക്കെ ഹെൽപ്പിംഗ് മൈൻഡ് ഉണ്ട്. രാവിലെ എന്നിട്ടൊരു ചിരിച്ച മുഖം കാണാൻ പറയുന്നത് സന്തോഷമുള്ള കാര്യം. ഇവിടെ കുറേ സ്വീറ്റ്സ്. ആളുകൾ നല്ല തിരക്കാണ് കേട്ടോ, വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സമയം ഇപ്പോൾ രാവിലെ 8:15 എട്ടരയായിട്ടുള്ളൂ. 8:30 8:30 കറക്റ്റായിട്ട്. അപ്പോഴേക്കന്നെ നല്ല തിരക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ரவா கிச்சடி, ரவா ரோஸ்ட் இல்லைங்களா? ரவா ரோஸ்ட் மசாலா அப்படி இருக்குங்க. ஒரு ரவா ரோஸ்ட் மசாலா, சாதா ரோஸ்ட். கீ வேண்டாம். கீ plain dosa, onion rava. ஆனியன் தோசை, ഓണിയൻ ദോശ. ഞങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത് റോസ്റ്റ്, പ്ലെയിൻ റോസ്റ്റ് അല്ലേ ഇത്? ഓണിയൻ റോസ്റ്റും എനിക്ക് റവ റോസ്റ്റ്. റവ റോസ്റ്റ്, ചട്നി, സാമ്പാർ. നല്ലതാട്ടോ റവ റോസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ ഓണിയനാണ്, അല്ല മസാല ഓണിയൻ. അകത്ത് മസാല ഓണിയൻ റോസ്റ്റ്. മസാല ദോശയുടെ മസാല തന്നെയായിരിക്കും റവ റോസ്റ്റ് കേട്ടോ. ദോശയല്ല, കഴിയാറായി. നല്ല ടേസ്റ്റ്. കുറച്ച് നെയ്യൊക്കെ ഉണ്ട്. നെയ്യുണ്ട്, ഗീ കുറച്ച് കൂടുതലാണ്, എന്നാലും കഴിക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി. ആവശ്യമില്ല. മിക്സ്ഡ്, റവ മിക്സ്ഡ്. റവ ദോശ സൂപ്പർ.
കാർഡ്. ഫിൽറ്റർ കോഫി തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് അതല്ലേ, ഫിൽറ്റർ കോഫി. ഭയങ്കര ചൂട് ചൂട് ചൂട്. നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാവരും എന്താ ഇങ്ങനെ ആഹാരം കഴിക്കുന്നത്. കാലത്തായപ്പോൾ തന്നെ നല്ല തിരക്ക് വരുന്നുണ്ട്. ഫിൽറ്റർ കോഫി ചെയ്താൽ കഴിക്കുക. നല്ല ചൂട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫിൽറ്റർ കോഫി. നല്ല മണമില്ലേ? നല്ല മണം, നല്ല ടേസ്റ്റ് അല്ലേ? അടിപൊളി ടേസ്റ്റ്. ഫിൽറ്റർ കോഫി തന്നെയാണ് കേട്ടോ. എങ്ക കേരളക്ക് പാക്കലാം. നല്ല സ്മൈലിംഗ് ആട്ടോ ഇവിടെ. എല്ലാവരും ചിരിച്ച് ചിരിച്ചാ വർത്താനം പറയുന്നത്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഫുഡ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. അതുപോലെ ഏരിയ ഒക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. തിരക്ക് വരുന്നേ ഉള്ളൂ തോന്നുന്നു. അത്യാവശ്യം 8:45 ആയിട്ടുള്ളൂ. കുഴപ്പമില്ല. ഫിൽറ്റർ കോഫി 42 rupees വേർത്താണല്ലേ. നല്ല അടിപൊളി കോഫി ആയിരുന്നു. അതിൻ്റെ കൂടെ നോട്ട് എ ബാഡ് ഇതല്ല. വളരെ നല്ല ടേസ്റ്റി ഫുഡാണ്. ഹൈജീനിക്കാണ്. റേറ്റ് നമ്മൾ നാട്ടിലാണെങ്കിലും കഴിക്കാനെങ്കിൽ ഇത്രയൊക്കെ വരും. കോഫിൻ്റെ പേജ് ലുമോൻ്റെ കാറിനെയാണ്. അപ്പോൾ നമ്മൾ വളരെ വെച്ചിട്ടാണെന്ന് വന്നത്. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ചെന്നൈ വന്ന സ്ഥിതിക്ക് ഓണമായിട്ട് നമുക്ക് അധികം ഗംഭീരമായിട്ട് പുറത്തിറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്നൊരു ദിവസം കുറച്ച് ഫ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും നാളേക്കായിട്ട് കുറച്ച് ചെറിയ പിന്നെ ഉത്രാടം തിരുവോണമൊക്കെ ആവുമല്ലോ. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാഴ്ചകൾ നമ്മൾ കാണാൻ ചെന്നൈയിൽ ചെറുതായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകൾ കാണിക്കാം കേട്ടോ. ഓക്കെ. ചെറിയ ബൈപ്പാസ് റോഡാണ്. ഇത് നമ്മളിങ്ങനെ വണ്ടിയിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ വേറൊരു ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. 12:30 വരെയുള്ള ക്ഷേത്രമാണ്. നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കാറ് കാണാം. ചെന്നൈയിലെ മെട്രോസൊക്കെ അടിപൊളിയാണ് കേട്ടോ. അല്ലോ 2 സൈഡിലുണ്ട്. വലിയ ട്രാഫിക് തിരക്ക് തോന്നുന്നില്ല. കാരണം 2 സൈഡും നല്ല മെട്രോസ് ഓടുന്നുണ്ട്. അതിൽ ട്രെയിൻ ഇരിക്കുங்களா ഓടുന്നത്. അപ്പോൾ മെട്രോ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ തമിഴ്നാട്ടിലറിയാമല്ലോ ഇങ്ങനെ പ്രൈവറ്റ് ബസ്സസിലൊക്കെ ലേഡീസിനും ഗേൾസിനൊക്കെ ഫ്രീ ആണ്. അടിപൊളി. അപ്പുറത്തും മെട്രോ ആണ്. അപ്പം പിന്നെ റോഡിലുള്ള തിരക്ക് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ചെന്നൈ പോലുള്ളൊരു സിറ്റിയിൽ എത്രമാത്രം തിരക്കാണ് നമുക്ക് മനസ്സിലാവും. ഇപ്പം എനിക്ക് വലിയ റഷ് തോന്നുന്നില്ല. പറയാൻ ഓഫീസ് ടൈമാണ്. എന്നാൽ പോലും ആ ഓവർ ബ്രിഡ്ജും അതുപോലെ മെട്രോ ഓവർ ബ്രിഡ്ജ് 2 സൈഡും റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഭയങ്കര നല്ലൊരു ഇതാണ്. ഇതുണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഈ
മലകളൊക്കെ കാണുന്നത് പല്ലാവരം മല. തിരുശൂലം എയർപോർട്ട് റോഡ്. ഓക്കെ, ഇത് എയർപോർട്ട് റോഡാണ്. ചെന്നൈയിലെ റോഡുകളൊക്കെ നല്ല ഗംഭീര റോഡുകളാണ്. ട്രാഫിക്കിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ റോഡുകളൊക്കെ അടിപൊളി റോഡാണ്. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി കുറവ്. അപ്പോൾ 10 മണിയായി, എന്നാലും വലിയ ട്രാഫിക്കൊന്നും തോന്നുന്നില്ല കേട്ടോ. എയർപോർട്ട് മെട്രോ അല്ലേ. വെൽക്കം ടു ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് ചെന്നൈയിലെ എയർപോർട്ട്. സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ട്രെയിൻ നിൽക്കുന്നുണ്ട്. എയർപോർട്ട് മെട്രോ ഓവർ ബ്രിഡ്ജ്. ഇത് നമ്മളിപ്പോൾ പോകുന്ന ഓവർ ബ്രിഡ്ജാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് മെട്രോ വരുന്നത്. അങ്ങോട്ടൊരു ട്രെയിൻ പോയി, തിരിച്ചിങ്ങോട്ടൊരു ട്രെയിൻ. മെട്രോ ട്രെയിൻസ്. ഇത് ചുമരുകളിലൊക്കെ കണ്ടോ, ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ വരച്ചിട്ടേ എല്ലാ ചുമരിലും ഉണ്ട് കേട്ടോ. അതിങ്ങനെ എന്താണിത് തമിഴിൽ എഴുതിയിരിക്കണം. വണക്കം ചെന്നൈ அப்படிங்களா? வணக்கம் சென்னை. கரெக்டா? தமிழ் படிக்க தெரியாது, ஆனாலும் கெஸ் வச்சு சொன்னேன். வணக்கம் சென்னை. ஸோ வி என்டர்ட் இன்டு சென்னை എന്നാണ് കാണിക്കുന്നത്. ഇന്ത്യൻ ആർമി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി. ആർമിയുടെ ഒരു ഇതാണ്. ഇവിടെ ചെന്നൈയിലെ അടയാറിൽ ഒരു അഷ്ടലക്ഷ്മി ടെമ്പിളിൻ്റെ മുന്നിലാണ്. വഴിയിൽ നിന്ന് അതാണ് ചീത്ത പറയുന്നത്. ഇവിടെ അഷ്ടലക്ഷ്മി ടെമ്പിൾ ചപ്പൽ ഇവിടെ വയ്ക്കാൻ പറയുന്നത്. പിന്നെ എന്താ പൂജയ്ക്ക് കൊടുക്കാൻ പൂക്കളൊക്കെ ഉണ്ടല്ലോ. ആയിരത്തി 1974 കിട്ടിയതാണല്ലേ. ഏകദേശം 50 വർഷമായി. ക്ഷേത്രത്തിനകത്ത് പോയി നമുക്ക് ഭസ്മം കുങ്കുമം പ്രസാദം കണ്ടത്. ഇതാണ് പ്രസാദം. എൻ്റെ കയ്യിൽ ഇതൊക്കെയാണ് പ്രസാദം കിട്ടിയിരിക്കുന്നത്. റോസാപ്പൂ, താമരപ്പൂ, പിന്നെ കുങ്കുമം ഇതൊക്കെയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അന്നദാനം ചെയ്ത പ്രസാദവും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഏകദേശം എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. അമ്പലത്തിനകത്ത് വീഡിയോയോ ഫോണൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഭയങ്കര റെനോവേഷൻ നടക്കുകയാണ്. എല്ലാ മണ്ഡപങ്ങളും, അഷ്ടമണ്ഡപങ്ങളുണ്ട്. അഷ്ടലക്ഷ്മി എന്നല്ലേ പറയുന്നത്. അപ്പം എല്ലാവരുടെയും നല്ല അതുപോലെ ഇവിടെ കണ്ടോ ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള അതേപോലത്തെ ഒരു മ്യൂറൽ പെയിൻ്റാണ് തോന്നുന്നു കേട്ടോ. പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ദേവീ വിഗ്രഹങ്ങളാണ്, ദേവിയുടെ പ്രതിഷ്ഠകളാണ്. അതൊക്കെ റെനോവേഷൻ്റെ ഭാഗമായിട്ട് എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ദേവിയുടെ ഭാഗം മാത്രം കാണാൻ പറ്റും. ബാക്കിയുള്ളവിടെ നേരത്തെ തുറക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏകദേശം 11 മണി കഴിഞ്ഞിട്ടാണ് പോയത്. പ്രധാന ഗർഭഗൃഹം തുറന്നിട്ടുണ്ട്, സാങ്ക്ടോറിയം തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇത് ശങ്കരാചാര്യൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്ത, അവരുടെ നിർദ്ദേശപ്രകാരം കൺസ്ട്രക്ട് ചെയ്ത ഒരു ടെമ്പിളാണ് അഷ്ടലക്ഷ്മി ടെമ്പിൾ. അപ്പോൾ അഷ്ടം പറഞ്ഞാൽ അറിയില്ല, അഷ്ടലക്ഷ്മി പറഞ്ഞാൽ 8 ലക്ഷ്മിമാർ, മഹാലക്ഷ്മിയുടെ 8 രൂപങ്ങളായിട്ടാണ് അഷ്ടലക്ഷ്മി എന്ന് പറയുന്നത്. അതിൽ ഇതിന് അഷ്ടവഴിയുണ്ട് തോന്നുന്നു അല്ലേ. 8 വഴികളിൽ കൂടെ എൻ്റർ ചെയ്യാൻ കയറി വരാനുള്ളതുണ്ട്. അപ്പോൾ റെനോവേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇത് 1974 അവരുടെ ശങ്കരാചാര്യരുടെ ശിഷ്യന്മാരുടെ നിർദ്ദേശപ്രകാരം, അതുകൊണ്ടാണ് അവിടെ സന്യാസി പ്രമുഖരുടെ ഇതൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ളത്. അവരിൻ്റെ ആ കാലഘട്ടത്തിലുള്ള കൂടെയാണിത്.
അഷ്ടലക്ഷ്മി ടെമ്പിൾ ഓഫ് അടയാർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ടെമ്പിൾ സന്ദർശിക്കാനും ഇതാ കുറച്ച് പ്രസാദം കിട്ടിയിട്ടുണ്ട്. തൈര് ഒഴിച്ചിട്ടുള്ള തൈര് സാധമാണ്. എന്തായാലും പ്രസാദം കഴിക്കാൻ പറയുന്ന ഒരു ഭാഗ്യമല്ലേ. തൈര് കടല ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസാദം. ബാക്കി ശിവേട്ടനും കൂടെ കഴിക്കട്ടെ കേട്ടോ. ദർശനം ശിവേട്ടനാണ് എൻ്റെ വീഡിയോഗ്രാഫർ. ശിവേട്ടനെ എടുക്കണ്ടേ? നിങ്ങൾ കഴിച്ചോ. കഴുകാൻ അവിടെ കൈ. ശിവേട്ടന് പ്രസാദം കഴിച്ചോ. ഉപ്പൊന്നുമില്ല കേട്ടോ. ഉപ്പില്ലാത്ത നിവേദ്യമാണ്. ദേവിക്ക് സമർപ്പിച്ച നിവേദ്യം തരാണ്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി കാഴ്ചകൾ പുറത്തു പോയിട്ട് കാണാം. പിന്നെ വഴിയേർത്ത് കാണുന്ന കുറച്ച് സാധനങ്ങൾ നിർത്തി വാങ്ങാനാണ്. അതാറിൽ തന്നെ അപ്പോൾ എനിക്ക് കുറച്ച് പൂക്കൾ നോക്കട്ടെ. ചെറിയൊരു പൂക്കട കണ്ടു. നല്ല വിലയായിരിക്കും കേട്ടോ. ഇവിടെ കുറവാണ്. ജമന്തിയൊക്കെ ഉണ്ട്, പക്ഷെ എത്ര വില പറയുമെന്ന് അറിയില്ല. നമ്മൾ ജാസ്തി മുളകായിട്ട് തമിഴ്നാട്ടിലെ വില കൂടുതലാണ്. ഒരു 3 മുളക് വരും. ജമന്തി ഉള്ളു ഇത് ഉള്ളു. ഇത് 50 രൂപ മുളം, ഒരു മുളം. മല്ലിപ്പുല പഞ്ചിക്കുന്ന ഒരു കട്ടൻ ഇപ്പോൾ വയ്ക്കാം. അല്ല അത് ചിന്നത് താങ്ക് യു. 200 അല്ല 50, 150. എൻ്റെ വെള്ള ജമന്തി ഉള്ളൂ. കുതിരയില്ല. നല്ല മണം കേട്ടോ. പൂക്കടയുടെ മുന്നിൽ പൂവിൻ്റെ മണം. ഇനിയൊന്നും വേണ്ട, മതി. ട്രാഫിക് ബ്ലോക്ക് ഇല്ല പറഞ്ഞത് തെറ്റിപ്പോയി. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. നടന്ന് നീങ്ങുന്ന പോലെയാണ് വണ്ടി പോകണം. രാവിലെ ഞാൻ ട്രാഫിക് ബ്ലോക്ക് കുറവാണ് പറഞ്ഞതാണ്, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇങ്ങോട്ടും കിടക്കാൻ പറ്റുന്നില്ല. അടുത്ത സ്ഥലത്ത് നിർത്തി. എവിടെയാണ്? ഏത് രംഭം? മധുര ഏത്? തിത്തിപ്പ് ഏത്? കൊഞ്ചം തേങ്ങായ വെക്കണം. കൊഞ്ചം തേങ്ങ വേണം. തേങ്ങ എടുക്കുമ്പോ 3 എടുത്തിട്ട് ഇളനീര് കുടിക്കാം. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. നാട്ടിൽ മഴ ഉണ്ടെങ്കിലും ഇവിടെ മഴയില്ല. ഇന്നലെ കുറച്ച് മഴ പെയ്തു, പക്ഷെ ഇന്ന് മഴയില്ല. അപ്പം അത്യാവശ്യം ചൂടുണ്ട്. ക്ഷീണമായി. ഒരു ഇളനീര് കുടിക്കാം. നാച്ചുറൽ വാട്ടർ. ആ അമ്മയാണ് ഇളനീരൊക്കെ വെട്ടുന്നുണ്ടാവും. ഇവിടെ ഇഷ്ടം പോലെ ഇളനീര് കച്ചവടം ഉണ്ട് കേട്ടോ. ഓരോ ഒരു 1/2 കിലോമീറ്റർ തോറുണ്ട്. കുടിക്കട്ടെ. നല്ല മധുരമുണ്ട് കേട്ടോ. നിറയെ വെള്ളമുണ്ട്. അടിപൊളി. ये हम केरल से आए हैं. नहीं अभी नहीं चाहिए. नहीं चाहिए. आप अच्छा थैंक यू भाई. समझ आए. देख लो ऑफर में दे दो. मैं दिल्ली കഴിഞ്ഞു. എത്താൻ കൊടുക്കാം. നല്ലതുണ്ടാവും. കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. വെള്ളം കൂടുതൽ.
കഴിച്ചു നോക്കൂ. അത്ര ഇതില്ല അല്ലേ, പക്ഷെ വെള്ളം കൂടുതലായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എന്താ അത് കുടിക്കാണ്ട് എത്ര വെള്ളം ബാക്കി ഞാൻ വിചാരിച്ച് കഴിഞ്ഞു. നോക്കിയാൽ മതി, കുലിക്കുന്നു. അത് ചെറിയ ഓട്ടോ വരുന്നില്ലേ, അതൊരു മനസ്സിലാവുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡ്രൈവറാണ് കാർത്തികാണ് സഹായിക്കണം. ഇതാ പ്രശ്നം കേട്ടോ, ഇങ്ങനെ ആളുകൾ വന്ന് ഇങ്ങനെ പിച്ച ചോദിച്ചുകൊണ്ടിരിക്കും. ശരിയല്ല, നിങ്ങൾ ചെറുപ്പക്കാരില്ലേ, വേല പണ്ണക്കൂടാതാ. ചിന്ന ആളുകൾക്കൊന്നും ഞങ്ങൾ കൊടുക്കാൻ മാട്ടേ. ഡോണ്ട് എൻ്റർടൈൻ ഹെൽത്തി പീപ്പിൾസ്. കുറേ ഹാൻഡിക്യാപ്ഡോ ഏജ്ഡൊക്കെ ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ദീസ് പീപ്പിൾസ് ആർ ഹെൽത്തി ആൻഡ് ദേ ആസ്ക് മണി ഫോർ ഡ്രിങ്കിങ്. സോ ഐ ഡോണ്ട് എൻ്റർടൈൻ സച്ച് പീപ്പിൾസ്. അല്ലേ, ഐ എം റൈറ്റ് നോ ശ്വേട്ടൻ? സിംപ്ലി ദേ ഡോണ്ട് വർക്ക്, ദേ ബെഗ് ആൻഡ് വാക്ക്. അതിലൊരു കാര്യമില്ല. നമ്മൾ ഹാൻഡിക്യാപ്ഡായിട്ടോ ഏജ്ഡായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ വെച്ചാൽ സഹായിക്കണം, അത് ഞാൻ എതിര് പറയില്ല. പക്ഷെ ഇതുപോലെ ആരോഗ്യമുള്ള ആളുകൾ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഒട്ടും എൻ്റെ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിലൊരാകെ കിട്ടിയത് ഇതാ, ഒന്നുമില്ല. വെള്ളം കൂടുതലുള്ളതാണ്. ഒരു ഇളനീ എவ்வளோ? 60 ആൾക്കൊന്നും ഉണ്ടായി കൊടുക്കും. உங்களுக்கு இளநீ வேணுமா? பைசா கொடுக்க மாட்டேன். பைசா நாங்கள் உங்களை மாதிரி உள்ள ஆளுங்களுக்கு கொடுக்கவே மாட்டோம். உங்களுக்கு இளநீ வேணா அவர் வெட்டி கொடுப்பாங்க, அதுக்கு பைசா கொடுத்தா நீங்கள்லாம் போய் தண்ணி போடுவீங்க, குடும்பத்தில் போய் அடி பண்ணுவீங்க. இது என்னம்மா தலையாட்டிதா? எவ்வளோ? 950. ചിൽക്കകളൊക്കെ പഴയ കാലത്തല്ലേ. നിൽക്കുന്നുണ്ട്, എന്തെങ്കിലുമൊന്ന് പോണ്ടിച്ചേരി വാങ്ങിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നോക്കാൻ വേണ്ടി വന്നത് സാധനങ്ങൾ വേണ്ട പഴയ ഇരുമ്പ് ചത്ത് പഴയ எவ்வளோ? 200. ஒரு ஆரஞ்சு இது அப்படி கொடுக்க மாட்டீங்க? ഇതാട്ടപ്പോൾ കറക്റ്റായിരുന്നു. ഇതാണ് സുന്ദരി സിൽക്സിൻ്റെ. ഇതിപ്പോൾ അടയാറിലെ പുതിയതാണ് തോന്നുന്നു കേട്ടോ. ടി നഗറിലെയാണ് പഴയത്, ഇത് പുതിയ സിൽക്സാണ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് സുന്ദരി സിൽക്സ്. ലൈറ്റ് വെയിറ്റ്. ഇവിടെ ടെക്സ്റ്റൈലിൽ നമ്മൾ ഇപ്പോൾ പെർമിഷനൊക്കെ എടുക്കണം യൂട്യൂബ് ചെയ്യണമെങ്കിൽ. അതുകൊണ്ടത് നമ്മൾ അനുവദനീയമല്ലാത്തതുകൊണ്ട് സാരി എടുക്കുന്നത് സെലക്ട് ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. വാങ്ങിച്ച സാരീസ് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ പെർമിഷനില്ല നമുക്കത് വീഡിയോ ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് ടി നഗറിലുള്ള സുന്ദരി സിൽക്സാണ്. അപ്പോൾ അടയാറിൽ നമ്മൾ കണ്ടു. അതുപോലെ ഇത്
ടി നഗറിലെയും ഒരു സുന്ദരി സിൽക്സാണ്. എഗെയിൻ ഇവിടെയും അതേ സെയിം തന്നെയാണ്. അവർ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പെർമിഷൻ എടുക്കണം. യൂട്യൂബേഴ്സ് ആണെങ്കിലും അവിടെ പെർമിഷൻ എടുക്കാതെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ സാരി പർച്ചേസ് ചെയ്യണതൊന്നും കാണിക്കാൻ പറ്റില്ല. അത്യാവശ്യം ഇതാണ് കട. ഓക്കെ, ബാക്കി നല്ല കളക്ഷൻസ് അറിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ബാക്കി സാരീസൊക്കെ എടുക്കുന്ന സാരീസൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ അവിടെ തന്നെ ചെന്നൈയിൽ തന്നെയുള്ള ഗീതം പറഞ്ഞൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. ലഞ്ച് ടൈം ആയിരുന്നു. അപ്പോൾ ഗീതം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഗീതം ഹോട്ടലിലെ ഫുഡാണ്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇത് അച്ചാറ് കടുകെണ്ണയിൽ ഉണ്ടാക്കിയിട്ടാണ്. പരിപ്പ് കറി, ബീറ്റ്റൂട്ട്, രസം, സാമ്പാർ, അത്തക്കുളമ്പ്, തൈര്, വലിയൊരു പത്രം. അപ്പോൾ കഴിക്കുകയാണ്. ചോറ് വരുന്നേ ഇതാണ് മിനി മീൽസ്. അങ്ങനെ ഗീതം ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പം അത് കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലോട്ട്, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാണ്. കൂടുതൽ ചെന്നൈ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇവിടെ ഓണത്തിനുള്ള ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഓണമൊക്കെ തമിഴ്നാട്ടിലും ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്, ഓണക്കിറ്റും മറ്റുമെല്ലാം. സോ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്തത് കാണാം. താങ്ക് യു, ബൈ, സീ യു.